യൂനോമെഡ് മെഡിക്കൽ സെൻ്ററിൻ്റെ 8ാം വാർഷികത്തിൻ്റെ ഭാഗമായി പ്രഖ്യാപിച്ച ആരോഗ്യ പരിശോധനാ പാക്കേജിൽ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നവർക്കായി ഏർപ്പെടുത്തിയ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് ചെറുപുഴ യൂനോമെഡിൽ നടന്നു. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ നറുക്കെടുപ്പ് നടത്തി. കൊല്ലാട സ്വദേശി കൃഷ്ണൻ ആദ്യ നറുക്കെടുപ്പിലെ സമ്മാനാർഹനായി. ആഴ്ചതോറും സ്വർണ്ണ നാണയമാണ് സമ്മാനമായി യൂനോമെഡിൻ്റെ 5 ശാഖകളിൽ നിന്നും നൽകുന്നത്. ചെറുപുഴ യൂനോമെഡിൽ സ്വർണ്ണ സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടന്നു. ഉത്തര മലബാറിലെ ഏറ്റവും വലിയ മെഡിക്കൽ ലാബ് ശൃംഖലയായ യൂനോമെഡ് മെഡിക്കൽ സെൻ്ററിൻ്റെ കണ്ണൂർ, തളിപ്പറമ്പ്, പയ്യന്നൂർ, പഴയങ്ങാടി, ചെറുപുഴ ശാഖകളിൽ ആരോഗ്യ പരിശോധന നടത്തുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് ആഴ്ചതോറും സ്വർണ്ണ നാണയം സമ്മാനമായി നൽകുന്ന പദ്ധതിയിലെ നറുക്കെടുപ്പാണ് നടന്നത്. യൂനോമെഡിൻ്റെ 8ാം വാർഷികത്തിൻ്റെ ഭാഗമായി 599, 999, 2500 രൂപ വില വരുന്ന ഹെൽത്ത് പാക്കേജുകൾ എടുത്ത് ആരോഗ്യ പരിശോധന നടത്തുന്നവരിൽ നിന്നാണ് ഭാഗ്യശാലികളെ കണ്ടെത്തുന്നത്. ചെറുപുഴ യൂനോമെഡിലെ ആദ്യ നറുക്കെടുപ്പ് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എം ബാലകൃഷ്ണൻ നിർവഹിച്ചു. കേരളം 78 വയസ്സിലേക്ക് ആയുർദൈർഘ്യം 78 വയസ്സിലേക്ക് കൂടി. പണ്ടുകാലത്ത് രോഗം വന്നാൽ രോഗനിർണയത്തിലുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല. ഉള്ള ചില ആശുപത്രി ഉണ്ടായിട്ടുള്ളൂ. അവിടെയും ഈ ആധുനികമായ രീതിയിലുള്ള ലാബ് സൗകര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നാടൻ വൈദ്യന്മാരും നാട്ടുവൈദ്യന്മാരൊക്കെ ഊഹിച്ച് മരുന്ന് നോക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അതൊക്കെ വിജയിക്കാതിരുന്നിട്ടില്ല. എങ്കിലും ഇന്ന് എല്ലാവരും അവരവരുടെ ആരോഗ്യം സംബന്ധിച്ച് നല്ല രീതിയിലുള്ള ഒരു ബോധ്യം ഉള്ള ജനതയാണ് നമുക്കുള്ളത്. ചെറിയൊരു അസുഖം വന്നാൽ തന്നെ ലക്ഷണം കണ്ടാൽ തന്നെ അത് തക്ക സമയത്ത് പരിശോധിക്കുന്നതിനും രോഗം കണ്ടുപിടിക്കുന്നതിനും രോഗചികിത്സ നടത്തുന്നതിനും സാധ്യമായതുകൊണ്ടാണ് നമ്മുടെ ആയുർവേദം കൂടാൻ ഇടയായത്. സമ്മാനാർഹനായ കൊല്ലാട സ്വദേശി കൃഷ്ണന് ജനറൽ മാനേജർ SLP ബഷീർ സ്വർണ്ണ നാണയം സമ്മാനിച്ചു. ലാബ് ഇൻചാർജ് ഡോൺസിയ ലിൻസ്, ജൂബി സനീഷ്, ഫാർമസിസ്റ്റ് നയന, ലാബ് ടെക്നീഷ്യൻ സുമി എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ.